ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നോസ്ട്രഡാമസിൻ്റെ ചില പ്രവചനങ്ങളെക്കുറിച്ചാണ്. 2023 അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം. അതുപോലെ 2024 പല കാര്യങ്ങളും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങളാണ് ഇന്നേ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പ്രവാചകനും തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്ന നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. മൈക്കിൾ ഡി നോസ്ട്രഡാമസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പ്രവചനങ്ങൾ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിൽ. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനവും നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടന്നെത്തുന്ന 2024 സംബന്ധിച്ച ചില പ്രവചനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളതും കൗതുകകരമാണ്. ഹാരി രാജകുമാരൻ രാജാവാകും. ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ രാജാവായി മാറുമെന്നാണ് 2024 സംബന്ധിച്ച് ശ്രദ്ധേയമായ പ്രവചനം. അദ്ദേഹത്തിൻ്റെ കിങ് ഓഫ് ഐൽ എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം ചാൾസ് മൂന്നാമൻ രാജാവിനെ കുറിച്ചാണ് ഇക്കാര്യം പറയുന്നതെന്നും ചിലർ കരുതുന്നുണ്ട്. ഉടൻ ഒരു പുതിയ രാജാവ് കിരീടധാരണം ചെയ്യും. രാജാവിൻ്റെ ഭരണം ഭൂമിയെ ഏറെ നാൾ സന്തോഷിപ്പിക്കും എന്നാണ് നോസ്ട്രഡാമസ് പറയുന്നത്. തനിക്കും ഭാര്യയ്ക്കുമെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ചാൾസ് മൂന്നാമൻ രാജാവ് ഉടൻ സ്ഥാനമൊഴിഞ്ഞേക്കാമെന്നും വില്യമിന് പകരം ഹാരി അദ്ദേഹത്തിന് പകരക്കാരനാകുമെന്നുമാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനും നോസ്ട്രഡാമസിന്റെ കൃതികളുടെ നിരൂപകനുമായ മരിയോ റീഡിംഗ് ചൂണ്ടിക്കാട്ടുന്നത്. ചൈന യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള പ്രവചനവും നോസ്ട്രഡാമസ് നടത്തിയിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരയുദ്ധങ്ങളും കടൽ യുദ്ധങ്ങളും വർദ്ധിക്കും. കൂടാതെ ചുവന്ന ശത്രുഭയത്താൽ വിളറുകയും വിശാലമായ സമുദ്രം ഭയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള നോസ്ട്രഡാമസിന്റെ വാക്കുകളാണ് ചൈനയെക്കുറിച്ചുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുവപ്പ് നിറം ചൈനയെയും അതിൻ്റെ ചുവന്ന പതാകയെയും സൂചിപ്പിക്കുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കടൽ യുദ്ധം എന്നുള്ളത് തായ്വാനും ചൈനയുമായുള്ള സംഘർഷത്തെ അർത്ഥമാക്കാമെന്നും കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ ദുരന്തങ്ങൾ. കാലാവസ്ഥാ മാറ്റങ്ങളും നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിലുണ്ട്. വർദ്ധിച്ചു വരുന്ന കാട്ടുതീയും സർവ്വ റെക്കോർഡുകളും മറികടക്കുന്ന താപനില വർധനവും കാരണം കാലാവസ്ഥാ ദുരന്തത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വരണ്ട ഭൂമി കൂടുതൽ വരളും. അതിനിടയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകും എന്ന പ്രവചനം കാലാവസ്ഥാ ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം ആഗോളതലത്തിൽ പട്ടിണിയുണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിലുണ്ടെന്നും ചിലർ പറയുന്നു. പകർച്ചവ്യാധിയുടെ വ്യാപനം കാരണം വലിയ ക്ഷാമം ഉണ്ടാകും എന്നാണ് നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നത്. നോസ്ട്രഡാമസിന്റെ പ്രവചനമനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം മറ്റൊരു മാർപ്പാപ്പ ഉടൻ വന്നേക്കാമെന്നാണ് പലരും കരുതുന്നത്. വളരെ പ്രായമായ ഒരു പുരോഹിതന്റെ മരണശേഷം വളരെ കാലം സിംഹാസനത്തിലിരിക്കുന്ന പ്രായം കുറഞ്ഞ റോമൻ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് നോസ്ട്രഡാമസ് തന്റെ പുസ്തകത്തിൽ എഴുതിയത്. തന്റെ 87-ാം ജന്മദിനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായിരുന്നു. പനിബാധയും ശ്വാസകോശത്തിലെ നീർക്കെട്ടും ശ്വാസതടസ്സവും കാരണം മാർപ്പാപ്പയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിരുന്നു. അതേസമയം നോസ്ട്രഡാമസിന്റെ 2023 ഏറ്റവും ഭയാനകമായ ചില പ്രവചനങ്ങൾ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് വസ്തുത. 2023 അവസാനിക്കാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അതിൽ വളരെ ഭയാനകമായ ഒരു പ്രവചനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.